വെള്ളത്തിലൂടെ എടുക്കാൻ പോവാം കേട്ടോ. ഒരു എത്ര വെള്ളത്തിലൂടെ ഓടിയാലും ഈ വണ്ടിയുടെ ബാറ്ററിക്കും മോട്ടറിനും ഒന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ബൂട്ട്മോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിന് മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ സ്പെയറും, നമ്മൾ പഴയ കാറാണെങ്കിലും പുതിയ കാറാണെങ്കിലും എല്ലാ സ്പെയറും കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബൂട്ട്മോ. നമ്മൾ ലൈവായിട്ട് തന്നെ ഓരോ സ്പെയർ കണ്ട് അതിൻ്റെ ഓഫറും കാര്യങ്ങളും നോക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ബൂട്ട്മോ. അത് മാത്രമല്ല, നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ബൂട്ട്മോ എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നിങ്ങൾ വണ്ടിയുടെ മോഡലും അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഏതൊക്കെ സ്പെയറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തന്നെ അതിൽ നിന്ന് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പം നിലവിലില്ലാത്ത കാറുകൾ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോയ ഷവർ ലൈറ്റ്, ബീറ്റ് അതുപോലുള്ള കാറുകൾ സ്പെയറൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോളൂ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. എല്ലാവർക്കും നമസ്കാരം, സാലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ പരിചയപ്പെടാം. ഇലക്ട്രിക് സ്കൂട്ടർ അല്ല, നമ്മൾ പണ്ട് ലൂനയൊക്കെ ഇല്ല, ആ ടൈപ്പ് ഒരു വണ്ടി പരിചയപ്പെടാം. ഓസോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബീം എന്ന് പറഞ്ഞ സ്കൂട്ടർ ആട്ടോ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 350-400 കിലോ വരെ ഈ വണ്ടി ലോഡ് എടുക്കും കേട്ടോ. കാണാൻ വലിയ ലുക്കൊന്നുമില്ല വണ്ടി, പക്ഷേ 500 കിലോമീറ്ററാണ് ഈ വണ്ടിയുടെ മൈലേജ്. 65,000 രൂപ മുതൽ ഈ വാഹനത്തിന് ഈ വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ വണ്ടി ആദ്യം നേരിട്ടൊന്ന് കാണാം. വാ, ഫോളോ മീ. അപ്പോൾ ഈ കാണുന്നതാണ് ഓസോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബീം എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ. ഓസോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബീം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ ലുക്കില്ലാന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഓരോ ഇത് കണ്ടല്ലേ. ഇതാ ആ ഒരു മോഡൽ, അതാ 5 സിലിണ്ടറാണ് ഗ്യാസിൽ കയറ്റിയത്. അത് നമ്മൾ മൾട്ടി പർപ്പസ് ആണ് ഈ വണ്ടിനോട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പം 6 വേരിയൻറ്റിൽ ഇറങ്ങുന്നുണ്ട്. 6 വേരിയൻറ്റിൽ ഈ സാധനം അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ കണ്ട് പരിചയമില്ലാത്ത ഒരു മോഡലാണ്. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് കാണാം നമ്മൾ റൂട്ടിലൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുകയാണെങ്കിൽ അവരൊരു ആ ലുക്കിനല്ല ഒരു പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റിക്കാണ്, ആ ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 1.75 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ പൊതുവെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ അല്ല. മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ വരണം. നമ്മൾ കേരളത്തിൽ ഇവരുടെ ഡീലർഷിപ്പ് തുടങ്ങാൻ പോകാമെന്ന് പറയുന്നുണ്ട്. സ്കൂട്ടറൊക്കെ മേടിക്കുകയാണെങ്കിൽ അതെല്ലാ സ്പെയറും പുറത്തുനിന്ന് വാങ്ങി ഇവിടെ അസംബിൾ ചെയ്യാണല്ലോ. ഇത് ഫുൾ ഈ BLDC മോട്ടർ വരെ ഇവിടെയാണ് അസംബിൾ ചെയ്യുന്നത്. നമുക്കിതാ ഇതിൻ്റെ ബാറ്ററി പാക്ക് ഇവിടെയാണ് വരുന്നത്. ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഹെവി ഡ്യൂട്ടി ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ സ്പോക്ക് വീലാണ് വരുന്നത്. പിന്നെ ഇതാ അതിൻ്റെ എടുത്ത് പറയാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതൊരു 2 സ്പോക്കറ്റാണ് വരുന്നത്. 2 സ്പോക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഗിയറിൻ്റെ പർപ്പസാണ്. കാരണം ഹെവി ഡ്യൂട്ടി എത്ര വെയിറ്റ് വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പറയുന്നത് ഇതിപ്പോൾ 10 കിലോ വാട്ടിൻ്റെ എടുക്കുകയാണെങ്കിൽ 512 കിലോമീറ്ററാണ് ഇവർ മൈലേജ് പറയുന്നത്. 512 ഒരു ഫുൾ ചാർജിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം 1.75 കിലോ വാട്ട് ആണെങ്കിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ മൈലേജ് പറഞ്ഞത്. 65,000 രൂപയായിട്ടുള്ളൂ സ്റ്റാർട്ടിങ് അതിന് വരുന്നത് ഈ വണ്ടിക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്ക് മാക്സിമം ലോഡ് കയറ്റി നമുക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളത്തിലൂടെ എടുക്കാൻ പോവാം കേട്ടോ. ഒരു എത്ര വെള്ളത്തിലൂടെ ഓടിയാലും ഈ വണ്ടിയുടെ ബാറ്ററിക്കും മോട്ടറിനും ഒന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. അയ്യോ, നല്ല പവറാട്ടോ സാധനത്ത്. ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ, കോയമ്പത്തൂരേക്ക് വന്നാൽ മതി. ഇവിടെ ഒരുപാട് ഷോറൂമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മളിപ്പോൾ പുറത്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്പെയറൊക്കെ വിദേശത്തു നിന്നൊക്കെ വരണ്ടേ. പക്ഷേ ഇതിൻ്റെ എല്ലാ സ്പെയറും കോയമ്പത്തൂരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇനി മോട്ടറാണെങ്കിലും ഇതിൻ്റെ ബോഡി എല്ലാം ടയർ എല്ലാം ഒക്കെ കോയമ്പത്തൂരിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ട്, കോയമ്പത്തൂർ വരാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.